ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയതോടെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. ജില്ലാതല കൺട്രോൾ റൂമുകൾ തുടങ്ങി. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ രാജൻ. ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം ചരക്ക് കപ്പൽ അപകടം. കടലിൽ വീണ അപകടകരമായ വസ്തുക്കൾ തീരത്തേക്കെത്താൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ശുഭ്മൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയതോടെ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും മറ്റന്നാളും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവന്ന ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ എല്ലാ ജില്ലകളിലും ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ ഈ മാസം 28 വരെ മത്സ്യബന്ധനം നിരോധിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ മുതൽ കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അതിതീവ്ര മഴ കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. സഹായങ്ങൾക്കായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ അറിയിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സാധ്യതയുള്ളതിനാൽ ക്യാമ്പുകളിലേക്ക് മാറേണ്ടതാണ്. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി ആർ അനിൽ, മുഹമ്മദ് റിയാസ്, എ റഹീം MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം സജീവമായ സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ. ദുരന്ത നിവാരണത്തിന് തുക അനുവദിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോ പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വീതവും, മുനിസിപ്പാലിറ്റികൾക്ക് 3 ലക്ഷം രൂപ വീതവും, കോർപ്പറേഷൻ 5 ലക്ഷം രൂപ വീതവും അനുവദിച്ചിട്ടുണ്ട്. ജില്ലയിലെ കളക്ടർമാർക്ക് ഓരോ കോടി രൂപ വീതം പ്രത്യേകമായിട്ടുള്ള ദുരന്ത നിവാരണ പ്രക്രിയയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പോലീസ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് സജ്ജമാണെന്ന് പൊതുവിൽ പരിശോധിച്ചിട്ടുണ്ട്. 9 NDRFന്റെ ടീം ജൂൺ 1 മുതൽ നമുക്ക് ഏത് ഘട്ടത്തിലും ഉപയോഗിക്കുന്നതിന് വേണ്ടി സജ്ജമാകും. തിരുവനന്തപുരത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ രാത്രി പെയ്ത മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇന്നും തുടരുകയാണ്. കനത്ത മഴയിലും കാറ്റിലും ജില്ലയിലെ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് കനത്ത നാശനഷ്ടമുണ്ടായി. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും ഉണ്ടായി. ശക്തമായ കാറ്റിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ മേൽക്കൂര രാവിലെ 5 മണിയോടെ തകർന്നു വീണു. പെരുമ്പഴുതൂർ, അണ്ടൂർക്കോണം എന്നിവിടങ്ങളിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശവും സംഭവിച്ചു. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വെള്ളക്കെട്ടും രൂപപ്പെട്ടു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. വിവിധ പ്രദേശങ്ങളിൽ മഴയിലും കാറ്റിലും നിരവധി നാശനഷ്ടങ്ങളുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും വ്യാപകമായ മഴയാണ് ലഭിച്ചത്. പലയിടത്തും കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീടുകളുടെ സംരക്ഷണ ഭിത്തിയും തകർന്നു. ഫറോക്ക്, കടലുണ്ടി, ബേപ്പൂർ മേഖലയിൽ കാറ്റിൽ മരം വീണ് ഗതാഗതമുണ്ടായി. ജില്ലയിൽ വരും മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യുന്നുവെന്ന കാലാവസ്ഥാ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള അത്യാവശ്യമില്ലാത്ത യാത്രകൾ എന്നിവയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ പതാക വഹിക്കുന്ന ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു. വിഴിഞ്ഞത്തു നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട കപ്പലാണ് കൊച്ചി തീരത്തിന് ഏതാണ്ട് 38 നോട്ടിക്കൽ തെക്ക് പടിഞ്ഞാറ് വെച്ച് ചരിഞ്ഞത്. കപ്പലിൽ 25 ജീവനക്കാരാണുള്ളത്. ഇവരിൽ 9 പേർ കടലിലേക്ക് ലൈഫ് ജാക്കറ്റ് ധരിച്ച് ചാടിയതായി പറയപ്പെടുന്നു. ബാക്കിയുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതിനിടെ കപ്പലിൽ നിന്ന് കടലിൽ വീണ ചില വസ്തുക്കൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരോ തീരപ്രദേശത്തുള്ളവരോ കൈകാര്യം ചെയ്യരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇവ ലഭിച്ചാൽ 112 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കണമെന്ന് അധികൃതർ പറഞ്ഞു.
പത്തനംതിട്ട കടമ്മനിട്ടയിൽ 2017 +2 വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സജിലിന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചു. 2 ലക്ഷം രൂപ പിഴയും ചുമത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാവുന്നതാണ്. സംസ്ഥാനങ്ങളിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും എല്ലാ സൌകര്യങ്ങളോടുകൂടി ആഗോള നിലവാരത്തിലേക്ക് വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നീതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഒരു ലക്ഷ്യവും അസാധ്യമല്ലെന്നും ശ്രീ മോദി പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലിനെ ടെസ്റ്റ് ക്യാപ്റ്റനായും ഋഷഭ് പന്തിനെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചു. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതോടെ ഇന്ത്യയ്ക്കൊരു പുതിയ യുഗം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം ജില്ലയിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. കൊല്ലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾ രാവിലെ ആശ്രാമ മൈതാനത്തെത്തിച്ച് പരിശോധന നടത്തി. സ്കൂൾ ബസ്സുകൾ, വാനുകൾ ഉൾപ്പെടെ 300ഓളം വാഹനങ്ങൾ പരിശോധനയ്ക്കെത്തി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂൾ വാഹനങ്ങളുടെ രേഖകളും ഫിറ്റ്നസും പരിശോധിച്ചു. സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കായി പ്രത്യേക നേത്ര പരിശോധന ക്യാമ്പും അനുബന്ധമായി മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസം 3-ന് ഡൽഹിയിലെത്തും. ഡൽഹി സന്ദർശനത്തിനിടെ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ദേശീയപാതയിൽ വിള്ളലുകൾ വീണപ്പോൾ റോഡിന് അവകാശവാദമുണ്ടാക്കിയവരെ ആരെയും കാണാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അശാസ്ത്രീയമായ നിർമ്മിതിയാണ് വിള്ളലുകൾക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ദേശീയപാത തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിന്റെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം അപേക്ഷകർ. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in PB വേക്കൻസീസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ മാസം 30 അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭിക്കും. തുടർന്ന് മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ മിൽമ സമരം പിൻവലിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണിയുമായി മിൽമ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. P മുരളിയെ തത്കാലം MD പദവിയിൽ നിന്ന് മാറ്റി നിർത്താനും ചർച്ചയിൽ തീരുമാനമായി. സൈബർ തട്ടിപ്പുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ മിൽമയുമായി പോലീസിന്റെ സൈബർ വിഭാഗം കൈകോർക്കുന്നു. നാളെ മുതൽ വിതരണം ചെയ്യുന്ന മിൽമ പാൽ കവറുകളിൽ കേരള പോലീസിന്റെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറും സൈബർ സുരക്ഷാ സന്ദേശങ്ങളും രേഖപ്പെടുത്തും. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനായുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രവേശിച്ച് അപേക്ഷകർക്ക് ട്രയൽ ഫലം പരിശോധിക്കാം. ബുധനാഴ്ച വൈകുന്നേരം 5 മണിവരെ തിരുത്തലുകൾ വരുത്താം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയതോടെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. ജില്ലാതല കൺട്രോൾ റൂമുകൾ തുടങ്ങി. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ രാജൻ. ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം ചരക്ക് കപ്പൽ അപകടം. കടലിൽ വീണ അപകടകരമായ വസ്തുക്കൾ തീരത്തേക്കെത്താൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ശുഭ്മൻ ഗിൽ നയിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.